കുട്ടികൾക്കായുള്ള ബൈബിൾ അവതരണം. സ്വർഗം ദൈവത്തിൻ്റെ മനോഹരമായ ഭവനം. സ്വർഗം ദൈവത്തിൻ്റെ മനോഹരമായ ഭവനം. യേശു ലോകത്തിലായിരുന്നപ്പോൾ സ്വർഗത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. തൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് യേശു അതിനെ വിളിച്ചിരുന്നു. അനേക വാസസ്ഥലങ്ങൾ അവിടെയുണ്ട്. വലിയ കൊട്ടാരങ്ങൾ, ധാരാളം മുറികൾ, ഭൂമിയിലുള്ള ഭവനങ്ങളെക്കാൾ എത്രയോ മനോഹരമാണത്. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഞാൻ തിരിച്ചു വരും. യേശു മരണത്തിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മേഘങ്ങളുടെ നടുവിലൂടെ കയറിപ്പോയി. അന്നു മുതൽ യേശുവിൻ്റെ വരവിനായി അവിടുത്തെ വിശ്വാസികൾ പ്രത്യാശയോടെ നോക്കി പാർക്കുകയാണ്. യേശു പെട്ടെന്ന് തിരികെ വരും, സമയമറിയില്ല. യേശു വരുന്നതിനു മുൻപ് മരിച്ച ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിക്കും? വേദപുസ്തകം പറയുന്നു, അവർ യേശുവിൻ്റെ അടുത്തേക്ക് പോകും. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. മരിച്ചവർ ഇപ്പോൾ ദൈവത്തോടു കൂടെ വസിക്കുകയാണ്. വെളിപാട് ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. സ്വർഗത്തെക്കുറിച്ച് ഇതിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗം. അത് വളരെ അത്ഭുതകരവും മനോഹരവുമാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാണ്. ദൂതന്മാരും സ്വർഗത്തിലെ ജീവികളും സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. മരിച്ചുപോയ വിശ്വാസികൾ പ്രത്യേക പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നു. അവർ പാടുന്ന പാട്ട് ഇപ്രകാരമാണ്: നീ യോഗ്യൻ, സകല ജാതികളിലും ഗോത്രത്തിലും നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതന്മാരും ആക്കിവച്ചു. ബൈബിളിലെ അവസാന പേജിൽ സ്വർഗം ഒരു പുതിയ യെരൂശലേമായി വിവരിച്ചിരിക്കുന്നു. ഇത് വളരെ വളരെ വലുതാണ്. ഉയർന്ന മതിലുകൾ, അവ സൂര്യകാന്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സ്ഫടിക തുല്യമാണത്. സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ട് അതിൻ്റെ അടിസ്ഥാനമിട്ടിരിക്കുന്നു. മുത്തുകൾ കൊണ്ടാണ് പട്ടണവും പട്ടണവാതിലും നിർമ്മിച്ചിരിക്കുന്നത്. മുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിലുകൾ ഒരിക്കലും അടച്ചിരുന്നില്ല. നമുക്ക് അകത്തേക്ക് പോകാം. സ്വർഗത്തിൻ്റെ ഉൾഭാഗം എത്ര മനോഹരം! പട്ടണങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സ്ഫടിക തുല്യമായ വീഥികളും സ്വർണ്ണ നിർമ്മിതമാണ്. അതിമനോഹരമായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജീവജലം നദിയായി ഒഴുകുകയാണ്. നദിയുടെ മറുകരയിൽ ജീവന്റെ വൃക്ഷം. ഇത് ആദ്യമായി കാണുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള വൃക്ഷം 12 തരത്തിലുള്ള ഫലം തരുന്നു. ഓരോ മാസവും ഓരോ തരത്തിലുള്ള ഫലം. ജീവവൃക്ഷത്തിൻ്റെ ഇലകൾ രോഗശാന്തിയും നൽകുന്നതാണ്. സ്വർഗത്തിൽ സൂര്യചന്ദ്രന്റെ വെളിച്ചം ആവശ്യമില്ല. അവിടെ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. അത് വലിയ വെളിച്ചം നൽകും. അവിടെ ഒരിക്കലും രാത്രിയില്ല. സ്വർഗത്തിലുള്ള ജന്തുക്കൾ വ്യത്യാസമുള്ളതാണ്. അവ വളരെ സ്നേഹമുള്ളതും മെരുക്കമുള്ളതുമാണ്. ആടും ചെന്നായും ഒരുമിച്ച് വസിക്കുന്നു. ശക്തിയുള്ള സിംഹവും ആട്ടിൻകുട്ടിയും പുല്ലു തിന്നുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അവർ സ്വസ്ഥമായി വസിക്കും. അവ ഒന്നിനെയും നശിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം. നാം ചുറ്റും നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വർഗത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. കോപത്തിൻ്റെ വാക്കുകൾ അവിടെ കേൾക്കുകയില്ല. ആരും തന്നെ സ്വന്തം കാര്യം നോക്കുകയില്ല. തമ്മിൽ വഴക്കുണ്ടാക്കുകയുമില്ല.
വാതിലുകൾക്ക് പൂട്ടുകളില്ല. കാരണം അവിടെ കള്ളന്മാരില്ല. അവിടെ ഭോഷ്കു പറയുന്നവർ, കൊലപാതകം ചെയ്യുന്നവർ, അവിശ്വാസികൾ, ഇങ്ങനെ ആരുമില്ല. സ്വർഗത്തിൽ യാതൊരു പാപവുമില്ല. സ്വർഗത്തിൽ ദൈവമുള്ളതുകൊണ്ട് അവിടെ കണ്ണുനീരില്ല. ചിലപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കണ്ണുനീർ ഉണ്ടാകാം. സ്വർഗത്തിൽ നമ്മുടെ കണ്ണുനീർ ദൈവം തുടയ്ക്കും. സ്വർഗത്തിൽ മരണമില്ല. ദൈവമക്കൾ നിരന്തരം അവിടെ വസിക്കും. അവിടെ കരച്ചിലില്ല, വേദനയില്ല, രോഗമില്ല, വേദനയില്ല, വിടവാങ്ങലില്ല, ശവസംസ്കാരമില്ല. ദൈവത്തോടു കൂടെ അവർ നിത്യം സന്തോഷത്തോടു കൂടെ വസിക്കും. അതിനേക്കാളുപരി സ്വർഗത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകും, വലിയവരും ഉണ്ടാകും. യേശു ക്രിസ്തു രക്ഷകനെന്ന് വിശ്വസിച്ച് അനുസരിച്ചവർ എല്ലാവരും അവിടെ ഉണ്ടാകും. സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ആളുകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആരുടെ പേരാണോ എഴുതുക എന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പേരാണ് അതിൽ എഴുതുന്നത്. നിങ്ങളുടെ പേർ അതിലുണ്ടോ? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? സ്വർഗത്തിലേക്കുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ബൈബിൾ അവസാനിക്കുന്നത്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വരിക. ദാഹിക്കുന്നവൻ വരിക. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി കുടിക്കട്ടെ. ആമേൻ. നാം തെറ്റുകാരെന്ന് ദൈവം അറിയുന്നു. അതിന് പാപമെന്നും പറയുന്നു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ മകനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശു മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമെങ്കിൽ ദൈവത്തോട് ഇപ്രകാരം പറയുക: പ്രിയ ദൈവമേ, യേശുവേ, എനിക്കു വേണ്ടി മരിച്ച് ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. നിരന്തരം നിന്നോട് അടുത്ത് ജീവിക്കുവാനും നിന്റെ മകനായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. സ്വർഗം ദൈവത്തിൻ്റെ മനോഹരമായ ഭവനം. ദൈവവചനത്തിൽ നിന്നും ഒരു കഥ, ബൈബിളിൽ നിന്നും എടുത്തത്. യോഹന്നാൻ 14 2 കൊരിന്ത്യർ 5 വെളിപാട് 4, 21, 22 അധ്യായങ്ങൾ. നിങ്ങളുടെ പ്രവേശന വാക്ക് വെളിച്ചം പകരട്ടെ. സങ്കീർത്തനം 119:130. എഴുതിയത് എഡ്വേർഡ് ഹ്യൂഗ്സ്. തർജ്ജമ ചെയ്തത് സാറ എസ്. അംഗീകരിച്ചത് റവറൻഡ് ബെന്നി. ബൈബിൾ ഫോർ ചിൽഡ്രൻ,